ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതെ അപ്പം ഞാനായിട്ടാണ് അടുപ്പം, കമ്പനിയല്ല. ജോൺസണായിട്ട് അങ്ങനെ കമ്പനിയില്ല. ഞാനാണല്ലോ ഇപ്പോഴും പുള്ളി ഇടയ്ക്ക് ഇതില്ലെങ്കിലും എൻ്റെ ഈ ഞങ്ങൾ ഈ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു 10-30 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഒരു ആ ബന്ധമുണ്ട്. പിന്നെ ഇടയ്ക്ക് വിളിക്കും, വയലിനെടുത്തിട്ട് പോവാ, ഞാൻ വയലിനെടുത്തിട്ട് പോവാ, അവിടെ പോയിട്ട് വയലിനൊക്കെ വായിക്കും, അങ്ങനെ ആ ബന്ധം. അപ്പോൾ പറഞ്ഞു ഒരു പടമുണ്ട്, അതിന് മ്യൂസിക് നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ജോൺസന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പം ജോൺസൺ പറഞ്ഞു, അതെ ഈ കല്യാൺജി ആനന്ദ്ജി, ലക്ഷ്മി ആൻഡ് പ്യാർലാൽ, ശങ്കർ ഗണേഷ്, ശങ്കർ ജയക്ഷൻ, ആ പരിപാടിക്ക് ഞാനില്ല, നീ ചെയ്തോ, ഞാൻ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും, നീ ചെയ്യണമെങ്കിൽ നീ ചെയ്തോ, ഒരുമിച്ച് വേണ്ട, രണ്ടുപേരായിട്ടുള്ള പരിപാടി ഇല്ല. അത് ജോൺസന്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആണ് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ കാര്യം ചെയ്ത് നീ ചെയ്തോ, എനിക്ക് വേണ്ട പറഞ്ഞു. അങ്ങനെ ഞാൻ ഭരതേട്ടനെ വിളിച്ച് പറയുന്നു, അതെ ജോൺസൺ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ച് ചെയ്യാനില്ല, ഭരതേട്ടനത് ചെയ്താൽ മതി. അങ്ങനെ ജോൺസൺ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നു. അതിൽ ഞാൻ ജോൺസന്റെ അസിസ്റ്റന്റ് ആണ്. കുറച്ച് പടങ്ങൾക്കൊക്കെ ചെയ്തു. അപ്പോഴതിനുള്ളിലാണ് ഈ ഈണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എന്നെ വിളിക്കുന്നത്, അതിൻ്റെ മ്യൂസിക് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നു. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടമായ അതിലത്തെ ഞാൻ കുറേ തീം മ്യൂസിക്കുകൾ ഇട്ടതൊക്കെ പിന്നീട് ഞങ്ങൾ പല പാട്ടുകളിലും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിലൊരുപാട് ഈണത്തിലെ പല പല മ്യൂസിക്കുകളും പിന്നീട് പാട്ടായി വന്നു. അപ്പം ഇതൊക്കെ അങ്ങനെ പാട്ടാക്കാവുന്ന മെലഡികളാണ് ഞാൻ അതിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പുള്ളിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പുള്ളി കാതോട് കാതോരം എന്ന് പറഞ്ഞ പടം വന്നപ്പോൾ അതിൽ പ്രത്യേകിച്ച് വേറൊരു കാരണം കൂടിയുണ്ട്. അതൊരു വയലിനിസ്റ്റിൻ്റെ കഥാപാത്രമാണ്. മമ്മൂട്ടി ചെയ്യുന്ന ലൂയിസ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്നെ വിളിക്കുന്നു. അങ്ങനെ ഈ കാതോട് കാതോരത്തിലാണോ സാറിന്റെ തുടക്കം? ഫസ്റ്റ് പാട്ട് ചെയ്യുന്നത് കാതോട് കാതോരത്തിൽ. അതിലുള്ള കാതോരത്തിലാണ് ഞാൻ ഫുൾ, മറ്റത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു. അതായത് 78 ഞാനും ജോൺസണും കൂടിയിട്ട് ആരവത്തിൽ ചെയ്തു. പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ഈണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി 83 ചെയ്തു. പക്ഷെ സിഗ്നേച്ചർ വരുന്നത് അല്ല, സിഗ്നേച്ചർ എന്നല്ല, ഞാൻ ആദ്യമായിട്ട് പാട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് പാട്ട് ചെയ്യുന്നത് കാതോട് കാതോരം. അപ്പൊ ഇതിന്റെ ഒരു അപ്പോഴും ഞാൻ പാഷനേറ്റ് അല്ല, സംഗീത സംവിധായകനാകണം എന്നുള്ളതൊന്നുമല്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചെയ്തു. ഇത് ആ പടം പോലും ഞാൻ നാട്ടിലല്ല, ഞാൻ ചെന്നൈയിലാ. ആ പടം തിയേറ്ററിൽ പോയി ഞാൻ കണ്ടിട്ടില്ല. അതിൽ ആ പാട്ട് എന്താണ് ഉണ്ടാക്കുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പാട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സീൻ വരുമ്പോഴും ജനങ്ങളത് ആഘോഷിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും ഒക്കെ അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പടം റിലീസിന് ശേഷം ലളിത ചേച്ചി ഭരതേട്ടനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടാ ആ നീയൻ സ്വർഗ സൗന്ദര്യം എന്നുള്ള പാട്ടും മമ്മൂട്ടി വയലിൽ വായിച്ച് തുടങ്ങുന്ന സമയത്ത് ജനങ്ങൾ തിയേറ്ററിൽ മുഴുവൻ സൗണ്ട് ഉണ്ടാക്കി, ആർക്കറിയാം, എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ ഒരു എന്ന് പറഞ്ഞാൽ ആ പടം ഒരു ആവറേജ് ആയിട്ട് ഓടിയിട്ടുള്ളൂ, അത്ര വലിയ ശ്രദ്ധിക്കപ്പെട്ട പടമൊന്നുമല്ല അത്. പാട്ടുകളിലൂടെ ആ പടം വലിയൊരു ഹിറ്റായി. അതുകൊണ്ടാണല്ലോ ഇപ്പോ എത്രയോ പടങ്ങൾ ഇപ്പൊ വീണ്ടും വീണ്ടും മറ്റേ അതിലത്തെ പാട്ടുകൾ എടുത്തിട്ട് ശ്രദ്ധയിൽപ്പെട്ടോന്ന് എനിക്കറിയത്തില്ല. പഴയ ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ഇപ്പം റിലീസ് സിനിമ വരുന്ന പോലെ വരുന്നുണ്ട്. സിനിമയിൽ മാത്രല്ല, ഈ കവറായിട്ട് റീൽസിൽ വരുന്നുണ്ട്. എനിക്കറിയാം. ഞാൻ നേരിട്ട് കാണുന്നില്ല, പക്ഷെ പറഞ്ഞ് അറിയുന്നുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്.